താല്പര്യം ശിവപുരത്തിന്റെ മുന്നിൽ ജനത തിരിച്ചറിഞ്ഞ് നിങ്ങൾ ചവിട്ടുകൊണ്ടേക്ക് തള്ളിയിട്ടുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? SDP 1-ാം വാർഡില് ജയിച്ചു കയറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായി ഇലക്ഷൻ കഴിഞ്ഞപ്പോ വിലയിരുത്തിയിട്ടുണ്ട്. 2-ാം വാർഡിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട്. അവിടെ SDP ജയിക്കും. നിങ്ങളോട് പറഞ്ഞത് SDP 1-ാം വാർഡിൽ ജയിച്ചു കയറുമെന്ന് ഞങ്ങൾ ട്രെൻഡുണ്ടാക്കിയപ്പോ നിങ്ങള് ഗൾഫിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു, KMCC പണമിറക്കുന്നു, മുഴുവൻ സംവിധാനം ഇവിടെ ഇറക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത് കൂട്ടരെ? ആരാണ് വ്യക്തികള്? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് SDP നന്നായിട്ടറിയാം. SDP രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഞങ്ങള് 1-ാം വാർഡിൽ വികസനം പറഞ്ഞിട്ട് വോട്ട് നേടാമെന്ന് ഞങ്ങൾക്ക് വ്യാമോഹമില്ല. പക്ഷേ ആ വികസനം പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ നിന്ന ആളുകളുണ്ട്. ആ വികസനം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് ഓർമ്മപ്പെടുത്തുന്നു. ആ വോട്ട് ചെയ്യാത്തവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് SDP ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഏതാവശ്യത്തിനും ഞങ്ങളെ വിളിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ ഈ വാർഡിൽ ഭരിച്ചതും നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഇവിടുത്തെ UDF-ന്റെ വാർഡ് മെമ്പർമാർ ഇനി ഇവിടെ മലമറിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോഴും കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞ അതേ രാഷ്ട്രീയം ഞങ്ങൾ ഇവിടെ പറയും. പിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾ പറഞ്ഞത് SDP വിജയിച്ചപ്പോ നാട്ടിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്, നാട്ടിൽ ഭയങ്കര കയപ്പുണ്ടാക്കുന്ന ആളുകളാണെന്ന് വീടുകളിൽ പറഞ്ഞിട്ട് വീടുകളിൽ കയറിയിട്ട് പറയുന്നവര്, വാട്സാപ്പില് അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് SDP ഒരു കുഴപ്പത്തിനും അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ റാലിയിലേക്ക് ബൈക്ക് എടുത്തിട്ട് 17 വയസ്സുള്ള ലൈസൻസ് പോലും ഇല്ലാത്ത കുട്ടികളെ പറഞ്ഞു വിട്ടവർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ വീട്ടിലേക്ക് പോകാനും SDP അറിയാം. പക്ഷേ SDP അത് ചെയ്യുന്നില്ല. ആ 3 കുട്ടികളെ ബൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾ റാലിയിലേക്ക് തള്ളിവിട്ടപ്പോ അവര് കരുതിയത് ക്രൂരമായ മർദ്ദനത്തിന് അവർ ഇരയാക്കും, അത് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാമെന്ന. പക്ഷേ ആ അടിയിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരെ നിലക്ക് നിർത്താനും 100 കണക്കിന് പ്രവർത്തകരോട് അങ്ങോട്ട് പോരാ എന്ന് പറഞ്ഞാൽ പോവാനും കൽപ്പിതമാണ് സുഹൃത്തുള്ളത് എന്ന് ഇവിടുത്തെ മുസ്ലിം തിരിച്ചറിഞ്ഞോ? നിങ്ങള് ഒരു സൈഡില് നിങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് കടിഞ്ഞാണിട്ടാ പിടിച്ചാൽ കിട്ടൂല ഞങ്ങൾക്കറിയാം. പക്ഷേ SDP-യുടെ പ്രവർത്തകരെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താൻ SDP-ക്ക് അറിയാം. ആ കടിഞ്ഞാണെന്ന് ചെറുങ്ങിനെന്ന് ലൂസാക്കിയപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളൊന്നും അക്രമത്തിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ നാട്ടിൽ സമാധാനം ഉണ്ടാവണം. എങ്ങനെയാണ് സമാധാനം ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് സമാധാനം? നമുക്കറിയാം, നമ്മുടെ വോട്ട് ചോദിച്ചിട്ട് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾക്ക് വോട്ട് ചെയ്താല് നാട്ടിൽ കുഴപ്പമുണ്ടാവും, ഞങ്ങളുടെ കയ്യില് എല്ലാ സംവിധാനവും ഉണ്ട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. SDP-ക്ക് വോട്ട് ചെയ്താൽ പോലീസുകാരും NIA-രും നിങ്ങൾ പറയാത്ത ഏതെങ്കിലും നുണപ്രചരണങ്ങളുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ആ മുഴുവൻ നുണപ്രചരണങ്ങളെയും കാറ്റിൽ പറത്തിയിട്ടാണ് മാലൂർ പഞ്ചായത്തില് അക്കൗണ്ട് ആരാണ് പരാജയപ്പെട്ടത്? നിങ്ങൾ തിരിച്ചറിഞ്ഞോ? മുസ്ലിം ലീഗിലെ ഈ മാലൂർ പഞ്ചായത്തില് 1 സീറ്റ് SDP-ക്കും 1 സീറ്റാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? പറഞ്ഞിട്ട് നിങ്ങളില്ലാ കഥകൾ പറഞ്ഞിട്ട് ഞങ്ങളെ വീണ്ടും പറ്റിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതിന് ഇവിടെ പോവില്ല. ഞങ്ങൾക്കറിയാം, ഇനി 5 വർഷം കഴിഞ്ഞിട്ട് ഈ വാർഡ് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പണം ഇവിടെ ഒഴുകും. അതിനുള്ള വെള്ളയും ഇട്ട് മിനുക്കിയ വസ്ത്രം ധരിച്ച് ആളുകൾ വരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ SDP-യുടെ പ്രവർത്തന കരുത്തുകൊണ്ട് അതിനെ തടയിടാൻ SDP ഇന്നു മുതൽ ഈ ശിവപുരത്തിന്റെ മണ്ണിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടി പറയാം, ശിവപുരത്ത് വിദ്യാഭ്യസിക്കുന്ന നല്ലവരായ കുട്ടികളെ ഉപദേശിക്കേണ്ട അധ്യാപകരാണ്. പക്ഷേ ആ അധ്യാപകരാണ് ഇവിടെയുള്ള ആളുകളെ വെടിതെറ്റിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതും എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനറിഞ്ഞു വരുത്തണം. SDP മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം സമാധാനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ സമാധാനം എങ്ങനെയാണ് എന്ന് RSSകാരോട് ചോദിച്ചാൽ മനസ്സിലാകും. ശിവപുരത്തിന്റെ മണ്ണിൽ ശിവപുരത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ട ഒരുപാട് ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം?
ഹലോ ശിവപുരത്തിന് ഒരു ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം? ഞാൻ കേട്ടിട്ടുണ്ട് പല ചരിത്രങ്ങളും. ആ ചരിത്രം എന്ന് പറയുന്നത് ശിവപുരത്തിന്റെ അങ്ങാടിയിലൂടെ ഒരു മുസൽമാൻ നടന്നു പോകാൻ കഴിയാത്ത ഒരു ചരിത്രം ഉണ്ടായിരുന്നു ശിവപുരത്തിന്. ആ ചരിത്രം പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ആർമാദിക്കാനും നിങ്ങൾക്ക് നിങ്ങളെ കൊടിയുയർത്തിയിട്ട് പ്രകടനം പിടിക്കാനും ഉള്ള സാഹചര്യം ആരാണ് പ്രിയപ്പെട്ടവരുണ്ടാക്കിയത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. NDF എന്ന് പറയുന്ന ഒരു സംഘടന ഈ രാജ്യത്ത് RSS ചെലുത്തപ്പോ ശിവപുരത്തിന്റെ മണ്ണിലും RSS നിലയ്ക്ക് നിർത്തിയിട്ടാണ് SDPI ഇവിടെ വളർന്നിരുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ ശിശുക്കൾ മാത്രമാണ് എന്നാണ് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. ആ രാഷ്ട്രീയം പറയുമ്പോ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നേതാക്കളുടെ സ്വഭാവം ഇന്നതാണ്, അവരിങ്ങനെയാണ്, അവർക്ക് പണി കൊടുക്കണ്ട അല്ലെ? നിങ്ങളിപ്പോ പറയുന്നത് എന്താണ്? അവര് ജീവിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യത്തിലാണെന്നാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് UDF കരുതുന്നതെങ്കിൽ ഞങ്ങൾ പറയുമ്പോ ഒരു താരാട്ട് പാട്ട് കേട്ടിട്ടല്ല SDPയുടെ ഓരോ പ്രവർത്തകരും ഈ നിങ്ങൾ ദേശീയ പ്രസിഡന്റ് TR ജയിലിലാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ TR ജയിലില്? ഏതെങ്കിലും അഴിമതി കേസ് നടത്തിയിട്ടല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത കേസിലല്ല, ജ്വല്ലറിയില് നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ആളുകളോട് പറ്റിച്ചിട്ട് പണം വാങ്ങിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ് TR ജയിലിലേക്ക് എത്തിയത്? ഇവിടുത്തെ വഖഫിന്റെ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോ ഇപ്പൊ ഇവിടുത്തെ പള്ളി എടുത്ത് നോക്കിട്ടോ, ആ പള്ളി രജിസ്റ്റർ ചെയ്യാൻ രേഖകൾ തപ്പിയിട്ട് ഇവിടെയുള്ള ആളുകൾ മെത്തോട്ടം ഓടുമ്പോ ആ വഖഫിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് സമരത്തിന് നേതൃത്വം കൊടുത്തതിന് പേരിലാണ് പ്രിയപ്പെട്ടവരെ SDPയുടെ ദേശീയ പ്രസിഡന്റ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. ഞങ്ങളൊരു പോലും മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തെരുവുകളിൽ RSSനെതിരെയുള്ള സമരത്തിന് ഞങ്ങൾ മുൻപന്തിയിൽ തന്നെയുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ലീഗിനെതിരല്ല, ഞങ്ങള് ഇവിടുത്തെ കോൺഗ്രസിനെതിരല്ല, ഞങ്ങള് ഇവിടുത്തെ CPMനെതിരല്ല, മറിച്ച് ഞങ്ങൾ എതിരെന്ന് പറയുന്നത് ഞങ്ങളുടെ ശത്രു ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും RSS മാത്രമാണ്. അതോടൊപ്പം എന്റെ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ CPMന്റെ ഇവിടുത്തെ നേതാക്കളോട് പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ലിസ്റ്റില് SDPI 2ാം വാർഡിൽ ജയിക്കില്ല എന്നാണ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. RSSന്റെ ലിസ്റ്റില് SDPI 2ാം വാർഡിൽ ജയിക്കില്ല എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് SDPI വിജയിച്ച് കയറിയത് എന്ന് ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട്. ആ CPMനോട് RSSനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ നിലക്ക് നിർത്താൻ രാഷ്ട്രീയപരമായും എല്ലാതെയും നിലക്ക് നിർത്താൻ SDPIക്ക് നന്നായിട്ട് അറിയാം. 1ാം വാർഡിൽ ഞങ്ങൾ ജയിച്ചു കയറുമ്പോ ആ ജയിച്ചു കയറൽ ആദരിക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറിച്ച ആളുകളുണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ വോട്ടർ പട്ടിക പഠിച്ചിട്ടാണ് ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾക്കറിയാം അക്കമിട്ടുകൊണ്ട് പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷേ ആ പേരെഴുതിയപ്പോ കുറച്ച് പേരുകൾ ഞങ്ങള് കുറച്ചും കൂടി കറപ്പിച്ചെഴുതിയിട്ടുണ്ട്. ആ വോട്ടുകള് ലീഗിന് പോകുന്നതാണ്, UDFന് പോകുന്നതാണെന്ന് ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ടായിരുന്നു. ആ വോട്ടുകൾ കൃത്യമായി പോയിട്ടുണ്ട്. ആ വോട്ടിലാണ് നിങ്ങൾ വിജയിച്ചത്. അവസാന നാളുകളില് ഗൾഫുകളിൽ നിന്ന് വന്ന ഇവിടെയുള്ള പുത്തൻ പണക്കാര് പണമെറിഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അതിനൊന്നും ഞങ്ങൾക്ക് വിഷമില്ല. കാരണം നിങ്ങൾ 5 കൊല്ലം ഇവിടുത്തെ ജനതയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഇവിടെയുള്ള ജനതയ്ക്ക് നിങ്ങൾ പണം കൊടുക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ആ പണം കൊടുത്തോട്ടെ, പാവങ്ങൾക്കൊന്ന് കിട്ടിക്കോട്ടെ. ഇവിടുത്തെ ഒരു നേതാവ് പ്രസംഗിക്കുന്നതിൽ വാട്സപ്പില് വോയിസ് ഇടുന്നത് അവര് സാധുക്കളാണ്, വോട്ടർമാരെ പറഞ്ഞത് സാധുക്കളാണ് അവരോട് പറഞ്ഞാൽ മനസ്സിലാകും. എന്താ സാധുക്കൾ എന്ന് പറഞ്ഞാൽ അവരെ എളുപ്പത്തിൽ പറ്റിക്കാമെന്നാണ് ആ നേതാവ് പറഞ്ഞതെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ടാണ് ഞങ്ങൾ 2ാം വാർഡ് നേടിയത് എന്ന് തിരിച്ചറിഞ്ഞു. ഇനിയും ഓർമ്മപ്പെടുത്താനുള്ളത്, SDPI മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗിനെതിരല്ല, ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിനെതിരല്ല, ഞങ്ങളുടെ CPMനെതിരല്ല, ഞങ്ങളിവിടെ RSSനെതിരായിട്ടുള്ള പദവി ഉയർത്തിയ